ശബരിമല സന്നിധാനത്ത് ട്രാക്ടർ തീർത്ഥാടകർക്കിടയിലേക്ക് പാഞ്ഞുകയറിയുണ്ടായ അപകടത്തിൽ കേസെടുത്ത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഗുരുതര പരിക്കേറ്റവർ അപകടനില തരണം ചെയ്തു. ശബരിമലയിൽ ഇന്നലെ 80,473 പേർ ദർശനം നടത്തി. സുജിത് സുരേന്ദ്രൻ ചേരുന്നു സന്നിധാനത്ത് നിന്ന്. സുജിത്ത്, ഏതായാലും ഈ പരിക്കേറ്റവർ അപകടനില തരണം ചെയ്തു എന്നത് ആശ്വാസകരമായ വാർത്തയാണ്. ഇനി അന്വേഷണമാണ് നടക്കേണ്ടത്. അതിന്റെ വിവരങ്ങൾ. തീർച്ചയായും ഗോകുൽ, ഇപ്പോൾ അപകടനില തരണം ചെയ്തിരിക്കുന്നു. അതായത് ഗുരുതരമായി പരിക്കേറ്റ കോട്ടയം മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ കോന്നി മെഡിക്കൽ കോളേജിലും പ്രവേശിച്ചിരുന്നവരടക്കമുള്ളവരുടെ നില മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു വാർത്ത. മറ്റൊന്ന്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട സന്നിധാനം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ പാലക്കാട് ഇളവഞ്ചേരി സ്വദേശിയായിട്ടുള്ള ട്രാക്ടർ ഡ്രൈവർ നാരായണനെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് 281, അതായത് BNS-ലെ 281 അപകടകരമായ വാഹനം ഓടിക്കുന്ന വകുപ്പ്, ഒപ്പം തന്നെ വാഹനം ഓടിക്കുമ്പോൾ പരിക്കേൽക്കുന്ന ആളുകൾക്ക് പരിക്കേൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പ് 125A, 125B, ഇങ്ങനെ 3 വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ട്രാക്ടറുകളുടെ സമയക്രമം പാലിക്കാതെ ചില ട്രാക്ടറുകൾ ഓടുന്ന ഒരു കാര്യവും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് തിങ്കൾ മുതൽ വ്യാഴം വരെ ഒരു സമയവും അതിനുശേഷം ഉള്ള ബാക്കി ദിവസങ്ങളിൽ മറ്റൊരു സമയമാണ്. അതായത് 10 മണി മുതൽ 3 മണി വരെ അങ്ങനെയൊക്കെയുള്ള ചില സമയക്രമങ്ങളാണുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ രാത്രി 12 മണി മുതൽ പുലർച്ചെ 3 മണി വരെ, രാവിലെ 3 മണി വരെ, ഇങ്ങനെയുള്ള സമയക്രമങ്ങളാണുള്ളത്. പക്ഷേ ഈ സമയക്രമങ്ങൾ പാലിക്കാതെ ചില ട്രാക്ടർ ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നു. മാത്രമല്ല, അപകടകരമായ രീതിയിലാണ് സ്വാമി അയ്യപ്പൻ റോഡിലൂടെ അടക്കം ചില ട്രാക്ടർ ഡ്രൈവർമാർ വാഹനം ഓടിച്ചു പോകുന്നത് എന്നുള്ളൊരു പരാതി പരക്കെ സ്വാമിമാർ, അതായത് തീർത്ഥാടകർ പോലീസിനോട് പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ ട്രാക്ടർ ഡ്രൈവർമാരെ അറിയിച്ചാലും അവർ വേണ്ട രീതിയിലുള്ളൊരു ഈ ശ്രദ്ധ പുലർത്തുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. കൂടാതെ ആദ്യം മുതൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളും നിരന്തരം ഇക്കാര്യം പറഞ്ഞതാണ്. അതായത് ഒരു കാരണവശാലും ട്രാക്ടർ ഓടുന്ന വഴികളിൽ ഭക്തന്മാർ, അയ്യപ്പന്മാർ വിരിവെക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ആ നിർദ്ദേശങ്ങളൊന്നും പലരും പാലിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. മറ്റൊന്ന്, സന്നിധാനത്തെ തിരക്കാണ്. ഇന്നിപ്പോൾ സന്നിധാനത്തെ തിരക്കിന് ഒരു അല്പം കുറവുണ്ട് എന്ന് വേണം പറയാൻ. രാവിലെ അല്പം തിരക്ക് വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഈ തിരക്ക്, ഇപ്പോൾ പൂജാ സമയങ്ങളിലേക്ക് എത്തുമ്പോഴുള്ള ഒരു തിരക്കാണ്. അത് കഴിയുമ്പോൾ തിരക്ക് കുറയും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെയൊക്കെ തന്നെ സന്നിധാനത്ത് വൈകുന്നേരത്തോടു കൂടി തിരക്ക് കുറവായിരുന്നു. ആ തിരക്ക് കുറഞ്ഞത് തന്നെയാണ് അപകടത്തിന്റെ വ്യാപ്തി കുറയാൻ കാരണമെന്ന് തന്നെ പറയാം. കാരണം ആ സമയത്ത് ഒരു 50-60 പേര് മാത്രമായിരുന്നു ആ പാതയിലൂടെ ഗുരുതരമായി പരിക്കേറ്റ 2 പേരും അപകടനില തരണം ചെയ്തു എന്നത് ആശ്വാസകരമാണ്. സുജിത് സുരേന്ദ്രനാണ് സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.